നിപ്പ ബാധിച്ച പാലക്കാട് തച്ചനാട്ടുകര സ്വദേശിനിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ള ഒരാൾക്ക് കൂടി പനി ബാധിച്ചു എന്ന വാർത്ത പാലക്കാട് നിന്ന് വരുന്നു. ചികിത്സയിൽ കഴിയുന്ന യുവതി അപകടനില തരണം ചെയ്തിട്ടില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. പാലക്കാട് ആളുകൾക്ക് ഒരു ചെറിയ ഭീതിയുടെ അംശമുണ്ടോ, അതോ ആളുകൾക്ക് ബോധാവസ്ഥയിലാണോ കാര്യങ്ങളെക്കുറിച്ച്? ആളുകൾക്ക് കാര്യമായ രീതിയിലുള്ളൊരു പാനിക് അല്ലെങ്കിൽ ഒരു ആശങ്ക എന്ന സിറ്റുവേഷനിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നത്. ഈ സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ നിലവിലുള്ളത് 173 പേരാണ് എന്ന് ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ പ്രിയങ്ക ജി IAS അറിയിച്ചിരുന്നു. ഇതിൽ 5 പേർക്കായിരുന്നു പനി ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. മറ്റ് 4 പേരുടെ പരിശോധനാ ഫലം വരാനിരിക്കുന്നേ ഉള്ളൂ. 2 പേരുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യമായ രീതിയിലുള്ള കുഴപ്പങ്ങളില്ല. അതിനിടെയാണ് ഈ സമ്പർക്ക പട്ടികയിലുള്ള ബന്ധുവായ ഒരു കുട്ടിക്ക് ഇന്ന് വീണ്ടും പനി ബാധിച്ചു എന്ന വാർത്ത വരുന്നത്. ഇവരെ പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിപ വാർഡിൽ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്തായാലും ഇന്ന് ജില്ലയിലുണ്ട്. അവർക്കെതിരെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധം നടത്തുമെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം മെഡിക്കൽ കോളേജിൽ വെച്ച് ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ നിപ ബാധിതയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ നിന്ന് ഇവരെ നേരെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. എന്തായാലും ഈ മേഖല പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 4 വാർഡുകളും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡുകളും അടക്കം 3 കിലോമീറ്റർ മേഖല പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. കിഴക്കുംപുറം എന്ന മേഖലയിലാണ് ഈ യുവതി താമസിക്കുന്നത്. എന്തായാലും ഇവരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഇവർ വെന്റിലേറ്ററിലാണ് കഴിയുന്നതെന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ.